بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان، ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر، ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا، ولكن الله يزكي من يشاء، والله سميع عليم. صدق الله العلي العظيم. ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൻ നൂറിലെ 21-ാമത്തെ ആയത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉപദേശിക്കുന്നത് അല്ലാഹുവിന്റെ ശാപമേറ്റ പിശാച് അവന്റെ ദുർമാർഗങ്ങളിലേക്ക് മനുഷ്യന്മാരെ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവന്റെ മാർഗം സ്വീകരിക്കാൻ പാടില്ല. അവന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നല്ല മാർഗം സ്വീകരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇനി നമ്മോട് പറയുന്നത്. അവന്റെ പാത സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും ചെയ്യും. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان. സത്യവിശ്വാസികളെ, നിങ്ങൾ പിശാചിന്റെ മാർഗങ്ങളെ പിൻപറ്റരുത്. ومن يتبع خطوات الشيطان, ആരെങ്കിലും പിശാചിന്റെ മാർഗങ്ങളെ പിൻപറ്റിയാൽ فإنه يأمر بالفحشاء والمنكر, നിശ്ചയമായും അവൻ നീച കർമ്മങ്ങളും നിഷിദ്ധ പ്രവൃത്തികളും നിങ്ങളോട് ഉപദേശിക്കുന്നതാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആരും ഒരിക്കലും ശുദ്ധി നേടുമായിരുന്നില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, വല്ലാഹു സമീഉൻ അലീം. പക്ഷേ താൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു തആല ശുദ്ധിയാക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാകുന്നു. ഇവിടെ പിശാചിന്റെ മാർഗങ്ങൾ, ഖുതുവാത്തി ശൈത്വാൻ, അവന്റെ ദുർനടപടികളെയാണ് അവന്റെ മാർഗങ്ങൾ എന്ന് പറഞ്ഞത്. സത്യവിശ്വാസികളെ മോശമായ പ്രവർത്തനത്തിൽ അകപ്പെടുത്താൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതവന്റെ ജോലിയുമാണ്. ജിന്നുകളിൽ പിശാചുക്കൾ ഉള്ളതുപോലെ തന്നെ മനുഷ്യന്മാരിലും പിശാചുക്കളുണ്ട്.
മുനാഫിഖ് നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറഞ്ഞവൻ ആ വിഭാഗത്തിൽപ്പെടുന്നവനാണ്. പിശാചുകളെ അനുകരിക്കുന്നവരുടെ ഗതി അങ്ങേയറ്റം അപകടകരമാണ്. കാരണം അവർ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാനല്ലാതെ ഒരാളോടും കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് അവനെ പിൻപറ്റരുതെന്ന് സത്യവിശ്വാസികളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഉപദേശിച്ചിരിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദം പറഞ്ഞവരിൽപ്പെട്ട സത്യവിശ്വാസികളെ അല്ലാഹു തആല ശുദ്ധീകരിച്ചെടുത്ത് അവന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് അവരെ ശുദ്ധീകരിച്ച് എടുത്തു. അത് പ്രത്യേകം ഇവിടെ വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ആയത്താണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എളേമയുടെ പുത്രനായിരുന്നു മഹാനായ മിസ്താഹ് റളിയല്ലാഹു അൻഹു. മിസ്താഹ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ പാവപ്പെട്ട ദരിദ്രനായ ഒരാളായിരുന്നു. ബദർ യുദ്ധത്തിൽ സംബന്ധിക്കുകയും ചെയ്ത ഒരു മഹാനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക സഹായം കൊണ്ടായിരുന്നു മിസ്താഹ് റളിയല്ലാഹു അൻഹു ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഈ മുനാഫിക്കുകളുടെ കെണിയിൽപ്പെട്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ദുരാരോപണം പറയുന്ന കൂട്ടത്തിൽ മിസ്താഹ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുത്രിയാണല്ലോ. മകളെ പേരിൽ ആരോപണം പറയുന്ന ഒരാൾക്ക് ഈ സഹായം ചെയ്യുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് അത് ചെയ്യുകയില്ല എന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. വലാ യഅ്തലിൽ ഉലുൽ ഫളി മിൻകും വസ്സഅ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളിൽ ശ്രേഷ്ഠതയും സാമ്പത്തിക ശേഷിയുമുള്ളവർ തങ്ങളുടെ കുടുംബങ്ങൾക്ക്, അഗതികൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോന്നിട്ടുള്ളവർക്കും ധനസഹായം ചെയ്യില്ലെന്ന് സത്യം ചെയ്യരുതേ. സത്യം ചെയ്യാൻ പാടില്ല. അതാണ് ഖുർആനിൽ ഇവിടെ അല്ലാഹു തആല പറയുന്നത്. അവർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പറയരുത്. വൽയഅഫു വൽയസ്ഫഹു വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അത്തരം ആളുകളിൽ നിന്ന് വല്ല തെറ്റും വന്നുപോയെങ്കിൽ തന്നെ അത് മാപ്പ് ചെയ്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയുമാണ് വേണ്ടത്. ഈ ഖുർആനിക വാക്യം അത് ബന്ധപ്പെട്ട ആളുകളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പക്കൽ വരുന്ന തെറ്റുകൾ അല്ലാഹു തആല മാപ്പ് ചെയ്തു തരുന്നതല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല പൊറുത്തിരുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പൊറുത്തു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഇവരോട് ഉണർത്തുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം. ആദ്യം ചെയ്തുപോയ സത്യത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രായശ്ചിത്തം നൽകി. ഇവിടെ മറ്റുള്ളവരും അപ്രകാരം തന്നെ ചെയ്തു എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. ഒരു കാര്യം പ്രവർത്തിക്കില്ലെന്ന് സത്യം ചെയ്യുകയും പിന്നീട് പ്രവർത്തിക്കലാണ് ഗുണമെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ കാര്യം പ്രവർത്തിക്കുകയും ചെയ്തുപോയ സത്യത്തിന് പ്രായശ്ചിത്തം കഫാറത്ത് കൊടുക്കുകയുമാണ് വേണ്ടത്. ശ്രേഷ്ഠതയും സാമ്പത്തിക ശേഷിയും ഉള്ളവർ അവർക്കാണ് ഉലുൽ ഫളിൽ എന്ന് ഈ ആയത്തിൽ ഉപയോഗിച്ചത്.
ഇത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും ആ മഹാന്റെ മഹത്വത്തിനും ഈ ഖുർആനിക വിശേഷണം ഒന്നാം തരം ഒരു സാക്ഷിത്വമാണ് എന്ന് മുഫസ്സിരികൾ പറയുകയാണ്. അതുകൊണ്ട് ഈ 2 ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ശൈത്താന്റെ പാതയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ഒരാൾ നമ്മോട് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് അയാളോട് നമ്മൾ അനീതി പ്രവർത്തിക്കാൻ വേണ്ടി തുനിയാനും പാടില്ല. അല്ലാഹു തആല സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നമുക്ക് നാളെ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.